ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റാർ മാജിക്കിൽ ഈ മോഹൻലാൽ നോബി പറഞ്ഞ പോലെയുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? കളി പഠിപ്പിക്കാൻ ഒന്നുകൂടെ വരികയാണെന്ന് പറയുന്ന സംഭവം കേട്ടിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും ഈ അപകടം ലാല് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെന്നാണ് എന്താ പറഞ്ഞത്? എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് സ്കിറ്റിന്റെ സ്പൂഫ് ചെയ്തിട്ടുണ്ട് ഞാനും തങ്കച്ചേനും കൂടെ. അല്ല, ലാൽ സാർ നേരിട്ട് കണ്ടിട്ടില്ല. വല്ലതും പറയൂ. അല്ല, ഇനി ഏതെങ്കിലും സാധനം പുള്ളിക്കൊന്ന് അയച്ചു കൊടുക്കണം. അതെ, കാരണം ലാലേട്ടന്റെ ഏകദേശം നല്ല ഹിറ്റ് മാസ സിനിമകളെല്ലാം സ്പൂഫ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നൊരാരും നെഗറ്റീവ് എല്ലാം അതിന്റെ അതിന്റെ അന്തസത്ത കളയാത്ത രീതിയിലുള്ള. അപ്പൊ ഈ ലാലാകുമ്പോ ഈ മീശ മേലോട്ടം കയറുമോ? എങ്ങനെ അതിന്റെ ഇങ്ങനെ മീശ ഒന്ന് പിരിക്കും സാറേ. പിരിക്കും. പിരിച്ചിട്ടാണോ മറ്റേ ഡയലോഗ് അടിക്കുന്നത്? ചുണ്ടേല് കടിച്ചുപിടി ഉണ്ടല്ലോ, ഒരു കടിച്ചുപിടി ഉണ്ടോ? അതുണ്ട്. എങ്ങനെയാ കടിച്ചുപിടി? എങ്ങനെ കണ്ണാടി കണ്ട അപ്പൊ അങ്ങനെ ആയിപ്പോയി. ഇവരെ കിട്ടും ഇപ്പോഴും വട്ടളക്കുമല്ല ഇവിടെ കണ്ണാടി കണ്ട അങ്ങനെ നടക്കുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ അങ്ങനെ ഈ കടിച്ചു പിടിച്ചുള്ള ഏറിയിട്ട് നോക്കുമ്പോണ്ടല്ലോ എക്സ്ട്രാ ഇറക്കുമോ? ഞാൻ വിചാരിച്ച മോഹൻലാലെന്ന് പറയാ. അപ്പൊ നമുക്ക് LED വാളില് എന്തോ ഒരു സംഭവം വരുന്നുണ്ട്, അപകടം വരുന്നുണ്ട്. ജീവിക്കാൻ ഇപ്പൊ ഒരു മോഹമൊക്കെ തോന്നുന്നു. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നിന്റെ എല്ലാ കഥയും അറിയാമെന്ന് ഞാൻ നിന്നെ അവിശ്വസിക്കുന്നില്ല. ഒരു കുറ്റവാളിയുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് ഒരു ജയിൽ സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. I am suspense of the big fox. I am suspense of the big fox. പിക്കാസ് ഞാനല്ല സാറേ എടുത്തത്, സീരിയസ് ആയിട്ട്. എന്റെ ദൈവം, എന്റെ പക്ഷേ പുള്ളി പാൻറെ പിടിച്ചിട്ടുണ്ടല്ലോ ഒരു ഉറപ്പിന് അല്ലേ? തങ്കച്ചൻ വിട്ടുകൊടുത്തിട്ടില്ലേ? ഭയങ്കര വൈറലാണ്. ഇത് ഒരുപാട് വൈറലായിരുന്നു. 15 മില്യന് പുറത്ത് ആൾക്കാർ കണ്ട സ്കിറ്റാണ്. അത്രയും കണ്ടോ? 15 മില്യൻ കണ്ടോ? പുറത്ത് കണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ മാത്രമല്ല, പുറത്തുള്ള ഒരുപാട് പേര് കട്ട് ചെയ്തിട്ട് എവിടെ ചെല്ലുമ്പോഴും ഇതിന്റെ ഡയലോഗ് അവർ പറയും. ഈ നോബി ശരിക്കും എക്സാക്ട്ലി വഞ്ഞാറമൂടുകാരനാണോ? ഞാൻ അവിടുന്ന് എവിടുന്നെങ്കിലും കുടിയേറി വന്നതാണ്? ഇല്ല, അമ്മയുടെ വീട് വെഞ്ഞാറമൂടാണ്. അപ്പന്റെ സ്ഥലം സാറിന്റെ തൊട്ടടുത്താണ്, ഇളമ്പലാണ്. നമ്മുടെ അയൽവാസിയാണ്. ഞാൻ 2ാം ക്ലാസ് വരെ അവിടെയാണ് സാർ പഠിച്ചത്, കുറ്റിക്കോണ സ്കൂളിലാണ്. അവിടുന്ന് വലത് കാലം എടുത്ത് വെച്ചാൽ നമ്മുടെ വീടിന്റെ അടുത്തായി. എടുത്തു വെക്കാൻ എന്റെ ഭാഗ്യം. ഒരുപാട് പഠിച്ചത്. അഖില് എക്സാക്ട്ലി എവിടെയാ? ഞാൻ കവലിയൂര്, ആറ്റിങ്ങൽ. കവലിയൂർ എന്ന് പറയുന്നത് ആറ്റിങ്ങലുള്ള ഗ്രാമമാണോ? ആറ്റിങ്ങൽ വർക്കലയ്ക്ക് ഇടയ്ക്കുള്ള. ഇപ്പം ഈ ചില ആൾക്കാരൊക്കെ അങ്ങ് പ്രശസ്തിയിലേക്ക് കുതിച്ചു വരുമ്പോഴേ അവർ ഈ സ്ഥലപ്പേരം കട്ടി ആദ്യം ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയാണ് ആ രാജ്യം അങ്ങ് ആ സ്ഥലം അങ്ങ് ഏറ്റെടുക്കുന്നത്. നോബി ഒന്നും ഏറ്റെടുത്തില്ലല്ലോ. നോബി ഇളമ്പൽ ഇട്ടില്ല, നോബി കുറ്റിക്കോണം ഇട്ടില്ല, നോബി മർക്കോസ് മാത്രം ഇട്ടു. അപ്പന്റെ പേരായിട്ടത്. നമ്മൾ ഈ ട്രൂപ്പിലേക്ക് കളിക്കുമ്പോഴേ നമ്മൾ അടുത്തൊക്കെ പരിപാടി വരുമ്പോൾ കവലിയൂർ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ മറ്റേ കവലിയൂരുള്ള പുള്ളി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് അങ്ങ് പണ്ടിട്ടതാണ്. പിന്നെ ഇപ്പൊ എല്ലാരും കാണുമ്പോൾ സാറ് തന്നെ കാണുമ്പോൾ കവലിയൂർ എന്നല്ലേ വിളിക്കുന്നത്. അതെ അതെ. അല്ല, ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് ആ അഖില് വലിയ നടനായ സ്ഥിതിക്ക് ഇനിയിപ്പം അഖിൽ എന്ന് പറഞ്ഞാൽ മതിയാവും അല്ലേ നോബി? ഇവനെ മാറ്റാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇവന്റെ നിപ്പൊക്കെ കണ്ടില്ല. കവലൂർ ഇനിയിപ്പോ സ്ഥലം മാറ്റി നീ കൊച്ചിയിലോട്ട് വന്നു. ഈ ശശാങ്കൻ മയ്യനാട് ഇപ്പൊ പനമ്പള്ളി നല്ലാണ് താമസം. മിക്കവാറും ശശാങ്കൻ പനമ്പള്ളി ഉണ്ട്. എനിക്കൊന്ന് പ്രശസ്തിക്ക് അനുസരിച്ച് സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുക. നോബിയുടെ ഈ മിമിക്രി ജീവിതമായിരുന്നോ ഈ ലെവലിലേക്ക് വരാൻ കാരണം? ഞാൻ പണ്ട് നാടകം കളിക്കുമോ സാറേ? നാടകം നമ്മളൊക്കെ പണ്ട്. ജീവിതത്തിൽ നാടകം കളിയുണ്ടോ? ജീവിതത്തിലില്ല. അങ്ങനെ ഈ നാടകവും അങ്ങനെയുള്ള പരിപാടി പള്ളിയിലൊക്കെ എനിക്ക് കുറെ കോമ്പറ്റീഷൻ. ഞാൻ സ്കൂളിൽ മത്സരത്തിന് കുറവായിരുന്നു, പള്ളിയിലായിരുന്നു കൂടുതലും കോമ്പറ്റീഷൻ. അപ്പൊ സ്കൂളിൽ നല്ല കഴിവുള്ള പിള്ളേർ. അപ്പൊ അങ്ങനെ ഈ മോണാക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്കൂളിൽ പോണോ അല്ലേ? ഭയങ്കര മടിയാണ് സ്കൂളിൽ പോയി. +2 ഞാൻ പഠിക്കുമ്പോ ഇവനും പഠിക്കാണ്. ഇവൻ പോകില്ല, ഇവൻ എന്നെ വിളിക്കും നമുക്ക് റിഹേഴ്സൽ നോക്കാം. പരിപാടിയൊന്നുമില്ല. അല്ല, ഈ അഖിലിനെ തകർക്കാൻ അന്നൊരു ശ്രമം ഉണ്ട് അല്ലേ? നമ്മൾ അന്ന് തൊട്ട് ഭയങ്കര കൂട്ടാണ്. അവന്റെ വീട്ടിൽ ഭയങ്കര ഒരു സ്വാതന്ത്ര്യമാണ്. ഇവനെ പറഞ്ഞു വിട്ട് ദുബായിൽ പറഞ്ഞു വിട്ടു. അതറിയാമോ സാറിന്? SLC കഴിഞ്ഞപ്പോഴോ? ഇവന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇവൻ മിമിക്രിയിലേക്ക് ചേക്കേറിയപ്പോ ഇവനെ പയ്യെ ദുബായിലേക്ക് ജോലിക്ക് ഡ്രൈവറായിട്ടല്ലേ? ടിപ്പർ ഡ്രൈവറല്ല, ഞാൻ ഇതായിട്ടാണ് പോയത്, സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞാണ് പോയത്. അവിടെ ഞാൻ ഡ്രൈവറായിരുന്നു. അയ്യോ, എടുക്കാത്ത പണിയൊന്നുമില്ല. അറവാന ഓട്ടിപ്പായിരുന്നു മെയിൻ പണി. അവിടെ പണി കുറവായിട്ട് പിടിച്ച് എല്ലാ പണിയും ചെയ്യിച്ച്. ഏതൊക്കെ പണിയിൽ എക്സ്പെർട്ട് ആയി അവസാനം? അവിടെ ചെന്ന് ഇല്ലാത്ത പണിയൊന്നും എടുത്തിട്ടില്ല സാറേ. അയ്യോ, എല്ലാ പണി കണ്ടോ. ഞാൻ യവന്മാർക്കൊക്കെ അറിയാം. ഇവന്റെ അമ്മച്ചി പറഞ്ഞാണ് മോൻ പോയി രക്ഷപ്പെട്ടിട്ട് എവനോടെ കൊണ്ടുപോകണമെന്ന്. ഞാൻ അവിടെ ചെന്ന് അറവാന ഉരുട്ടുമ്പോൾ ആലോചിക്കും, അയ്യോ എവനോടെ കൊണ്ടുവന്ന എന്റെ കൂടെ
മൈക്കാട് ചെയ്തു കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു ഇത്. ഞാൻ ചുമടി വന്നോ? ചുമട അവിടെ ഈ അറവാന, പിന്നെ ഈ ശവല് കുത്തല്, ജാക്ക് ഹാമർ, ഹിൽറ്റി, ഇലക്ട്രിക്കല്, മരുഭൂമിയിലൊക്കെ അനുഭവിച്ചു. 50 ഡിഗ്രി ചൂടില് 50-40 സാറേ ഷൂ ഊരിയിട്ട് ഇങ്ങനെ കമ്പത്തേക്ക് വിയർപ്പ് വീഴും, അത്ര ചൂടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു. അത് ഏത് കൊല്ലം? അത് 2010-13. 3 വർഷം അവിടെ കിടന്ന് 3 കൊല്ലം. ആ വിസ 3 വർഷം വരുന്നു. അപ്പൊ ഞാൻ അഥവാ ഇത് കളഞ്ഞിട്ട് വന്നാൽ ചിലപ്പോൾ എന്നെ കൊണ്ടുപോയ ആളിന് കലിപ്പാവെന്ന് പറഞ്ഞ് വിസയ്ക്കൊന്നും പൈസ കൊടുത്തില്ല, ടിക്കറ്റ് എടുത്ത് പോയി വരെയായിരുന്നു. 3 കൊല്ലം കട്ടയ്ക്ക് അവിടെ പിടിച്ചു നിന്നു. വന്നിട്ട് വീണ്ടും അല്ല, ആ സമയത്ത് മിമിക്രിക്കാർ അവിടെ വരുന്നുണ്ടായിരുന്നല്ലോ. വരുന്നുണ്ടായിരുന്നു. അല്ല, അവരോട് ചേരാൻ പറ്റത്തില്ല. അല്ല, അവിടെ ഈ അമേരിക്ക പോലെ ചാടാൻ പറ്റൂലല്ലോ, പോലീസ് ക്ലിപ്പ് എടുത്തിട്ട്. എന്നിട്ട് അതിന് ശേഷം ഉണ്ടായി സാർ കഥ. ദുബായിൽ നിന്ന് രക്ഷപ്പെട്ടിഞ്ഞ് വന്നു. എന്നിട്ട് അന്ന് അരുണുണ്ടായിരുന്നു, നമ്മുടെ സ്വരചേട്ടൻ അനിയൻ. ഞാനും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ ആക്സിഡന്റ് പറ്റി അരുണ് മരിച്ചു പോയത്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ ഇവൻ പറഞ്ഞു നമുക്ക് രക്ഷപ്പെടണം, ഒരു സംഭവം വന്നിട്ടുണ്ട്, എന്ത് മലേഷ്യയിലേക്ക് പോകാന്ന്. മലേഷ്യയിലേക്ക് പോയി മലേഷ്യ പോകാന്ന്. അങ്ങനെ നമ്മുടെ വർക്കിലുള്ള ഒരാളാണ്, മലേഷ്യ കൊണ്ടുപോകാം, നമുക്ക് ഇത്ര രൂപ ചിലവാകുള്ളൂ. അപ്പൊ ഞങ്ങൾ അറിയാം പിള്ളേരല്ലേ, അമ്മയും അരുണിന്റെ അമ്മയും പറയും മക്കളെ ഇവിടെ ഇന്ന് മിമിക്രി കളിക്കാതെ നിങ്ങൾ പോയി രക്ഷപ്പെടണം. അപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഞാൻ ഒരിക്കൽ 3 കൊല്ലം ഗൾഫിൽ പോയി മലേഷ്യൻ കാര്യം പറയും, അവിടെ പോയി രക്ഷപ്പെടണം പറഞ്ഞു. നമ്മൾ നാട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ. കട്ടടിച്ച് പറഞ്ഞിട്ടില്ല, നമ്മൾ പറയുമല്ലോ ഫ്രാഗ് ഓടിച്ച് കൂട്ടല്ലേ കാറൊക്കെ ചോന്നുകൊണ്ട് പോയതൊന്നും ഇവിടെ അറിഞ്ഞിട്ടില്ല അല്ലേ. വിസ തട്ടിപ്പൊന്നും അറിയില്ലല്ലോ സാർ. നമ്മൾ എങ്ങനെയും മലേഷ്യ പോവുക, കോടീശ്വരനാവുക, തിരിച്ചു വരും, ഇതായിരുന്നു ലക്ഷ്യം. അപ്പൊ ഇച്ചിരി പൈസ കൊടുക്കണം. അപ്പൊ അഖിലിന്റെ സുഹൃത്തുക്കളുണ്ട്, എന്റെ 2 കൂട്ടുകാരുണ്ട്, അവര് പോകുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പൊ നമ്മൾ പ്ലാനായി. പിന്നെ നമ്മൾ എങ്ങനെയാണ് പോണ പരിപാടികളൊക്കെ ആയിട്ട് അവന്മാർ കയറിപ്പോയി മലേഷ്യയിലേക്ക്. ഞങ്ങൾക്ക് പൈസ റെഡി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഈ പോയന്മാരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി ഒരു ടെമ്പോയിൽ കയറ്റി ഒരു വനത്തിനകത്ത് കൊണ്ടിട്ടിട്ട് 3 വർഷം കഴിഞ്ഞാണ് തിരിച്ചു. കാട്ടിലിറക്കിയിട്ട് കോടാലി കൊടുത്തിട്ട് പറഞ്ഞു ഇതെല്ലാം മുറിക്കാൻ തന്നെ കാട് ഈന്തപ്പന നടാൻ വേണ്ടി എന്തോ എണ്ണപ്പന നടാനുള്ള പരിപാടി. അവര് പെട്ടുപോയി. നല്ല പയ്യന്മാരാണ്. 3 വർഷം വെട്ടി 3 കൊല്ലം അവിടെ നിന്നിട്ട് കാരണം ഒരാൾ അവിടെ നിന്ന് ചാടി വേറൊരു വണ്ടി കയറി കൊഞ്ച് ഫാക്ടറിയിലൊക്കെ പോയി ജോലി ചെയ്ത് 3 വഴിക്കാണ് വന്നത്. 6 മാസം കഴിഞ്ഞാണ് ഫോൺ ചെയ്തത്.